നമുക്കിന്ന് നല്ല അടിപൊളി അയലക്കറി ഉണ്ടാക്കാട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടാവും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ അയല എടുത്തിട്ടുണ്ട്. എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു തരം കറുത്ത കളർ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ മാന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടാം. ഞാനിവിടെ 1 നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് പുളി വെള്ളത്തിലിടുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളും പുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇത് ഇവിടെ കിടന്ന് കുതിരട്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിതാ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കത് കത്തിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. മക്കളെ, നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് കേട്ടോ. ആ വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ കണ്ടില്ലേ മക്കളെ, നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ ഇച്ചിരി കുറവായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് കടുകും ഉലുവയും പാടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. മക്കളൊക്കെ, നമ്മുടെ കടുക് പൊട്ടിയെന്നുണ്ട്. ഇനി നമുക്കിതിലൊരു 1/2 ഇഞ്ച് വലുപ്പത്തിൻ്റെ ഇഞ്ചി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 10 ചെറിയ ഉള്ളി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് 4ആയിട്ട് കീറിയതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കളറാവണ വരെ ഇളക്കി കൊടുക്കാം. മക്കളെ, നമ്മുടെ ഉള്ളി ഇതാ ഒന്ന് വഴണ്ട് ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം 2 മീഡിയം സൈസിൽ തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളിയുടെ പച്ച ചുവയൊക്കെ പോയിട്ട് ഒന്ന് തക്കാളി വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനും എരിവില്ലാത്ത കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.25 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരുംജീരക പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മക്കളെ, ഇത് ഇളക്കുമ്പോൾ മീഡിയം തീ വെച്ചിട്ട് വേണം ഇളക്കണം കേട്ടോ. അതില്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞിട്ട് ഒരു കരിഞ്ഞ ചൊയ വരും. അതുകൊണ്ടാണ് മീഡിയം തീ വെക്കണം പറയുന്നത്. മക്കളെ, നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പുളിയും കൂടി വേഗണ്ടേ. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കാം. ഈ കറി കുറുകാനുള്ള കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് മീൻ വേകാനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ പുളിയും മസാലയും പാടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ നോക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മക്കളെ. ഉപ്പ് കൂടിപ്പോവുക. കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറയുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂട്ടിയിടുമെങ്കിലും ചെയ്യാം. കൂടിപ്പോയാൽ പിന്നെ ഒന്നും കാട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് ഉപ്പ് നോക്കിയിടണം കേട്ടോ. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരട്ട്. അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. മക്കളെ, ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ പിറക്കിയിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് മീനൊന്ന് മുക്കിയിട്ട് കൊടുക്കാം. മീൻ ചൂടായി കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റത്തില്ല കേട്ടോ, പൊടിഞ്ഞു പോകും. ഇനി ഇതിൽ നമുക്ക് 2 കൊത്ത് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഇനി നമുക്കൊരു മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മക്കളെ, മീൻ വേവിക്കാൻ വെക്കുമ്പോൾ മീഡിയം ലെവലിലേക്കാളും കുറച്ചിട്ട് വേണം തീ വെച്ച് വേവിച്ചെടുക്കാൻ കേട്ടോ. നല്ല തീ വെച്ചാൽ മീൻ വെന്ത് ഉടഞ്ഞു പോകും. ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം തീ വെക്കണം പറഞ്ഞത്. ഇപ്പം നമ്മുടെ മീൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് 4 വശത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല, ഇങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ? ഇനി ഒരു 5 മിനിറ്റും കൂടി വേകട്ടെ. മക്കളെ, നമ്മൾ കറി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, അയവാ നമ്മുടെ മീൻ കറിയുടെ എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി കരിവേപ്പില കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലെ ആട്ടി കൊടുക്കുക. നല്ല കുറുങ്ങനുള്ള കറിയാണ് കേട്ടോ. ഈ കറി ഈ എണ്ണ തെളിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്ത് കൊതി വരുന്നു കഴിക്കാൻ. അതേപോലെ തന്നെ ഈ കൊതി തന്നെ കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ, ഇനി നമ്മുടെ മീനിനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കുക. അയ്യവാ, മക്കളെ, ഈ മീൻ കറി നന്നായിട്ട് ചൂടാറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ. അത് മത്തിക്കറി ആയാലും ശരി, അയലക്കറി ആയാലും ശരി, ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റും രസമും തന്നെയാണ് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അയലക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. അത് ഞാൻ കണ്ടോളാം. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ കറി. വലിയ എരിവൊന്നും ഉണ്ടാവില്ല. എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.